ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കത് നഫ്രത് കാ സർബത്താണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഡൽഹിയിലൊക്കെ വളരെ ട്രെൻഡിങ് ആണ് ഈ ജ്യൂസ് ഇപ്പോൾ. എന്താണ് ഈ ജ്യൂസിന് ഇങ്ങനെ പേര് കിട്ടിയതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഒട്ടും നഫ്രത്ത് ആവുകയില്ല. നമുക്കിത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ്. മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ മിൽക്കിൻ്റെ അളവ് കൂട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു കുങ്കുമപ്പൂ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, സാഫ്രോൺ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് കയ്യിലില്ലാത്തവർക്ക് എന്തെങ്കിലും യെല്ലോ കളർ എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. യെല്ലോ കളറാണ് നമുക്കിതിന് വേണ്ടത്. ഒരു ഡാർക്ക് യെല്ലോ അല്ല, ഒരു ലൈറ്റ് യെല്ലോ കളർ ആണ് വേണ്ടത്. ഇനി കളർ ചേർക്കാൻ അങ്ങനെ എസൻസ് ഒന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങ് ഒരു ചെറിയൊരു യെല്ലോ കളർ നമുക്ക് കിട്ടും, അത്രയും ആവശ്യമുള്ളൂ. ഇനി മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റും ഇതിൽ വരികയുമില്ല. നമുക്ക് നന്നായിട്ട് പാലൊന്ന് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൽക്കണ്ടം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് കണ്ടൻസ് മിൽക്ക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇത് ഒരു നല്ല മധുരം കാണുകയില്ല, ഒരു ആവശ്യത്തിനുള്ള ഒരു മധുരം അത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ മധുരം വേണ്ടുന്നവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാർഡമം പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിലെപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് പാൽ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു ആപ്പിളാണ് വേണ്ടത്. ഇതേ അളവിൽ നമ്മൾ പാലെടുക്കുകയാണെങ്കിൽ ഡ്രിങ്ക്സ് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു ആപ്പിളിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാനൊരു ആപ്പിൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കിന്നോട് കൂടി ഇടുന്നവർക്ക് സ്കിന്ന് നന്നായിട്ട് ഒരു സ്ക്രബ്ബർ അങ്ങാണ് ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് കഴുകിയിട്ട് വേണം ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിതിൻ്റെ സ്കിന്ന് പീലർ ഉപയോഗിച്ച് പീൽ ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നീളത്തിൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ല കനം കുറഞ്ഞ് നീളത്തിൽ വേണം. അപ്പോൾ ചെറിയ കണ്ണികൾ കൊണ്ട് ഗ്രേറ്റ് ചെയ്യരുത്. ഈ ഗ്രേറ്ററിൻ്റെ വലിയ കണ്ണിയുള്ള സൈഡ് കൊണ്ട് വേണം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. നല്ല സ്ലൈസായിട്ട് നല്ല നീളത്തിൽ ഇതിങ്ങനെ ജ്യൂസിൽ കിടക്കുന്ന കാണാൻ വളരെ നല്ലതാണ്. നൂഡിൽസ് കിടക്കുന്ന പോലെ ആയിരിക്കും കിടക്കുന്നത്. നമുക്കിത് ആപ്പിളാണെന്ന് അറിയേയില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ നമ്മൾ മിൽക്കെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ആപ്പിൾ എടുത്ത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഒരു കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നിട്ട് ആപ്പിൾ മിൽക്കിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. അത് എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്കൊന്ന് ചെറിയ സ്ലൈസാക്കി എടുക്കണം. ഒരു 4-5 ബദാം, പിസ്ത, നട്ട്സ് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർന്ന് കുടിക്കാവുന്നതാണ്. ഇനി കൂടുതൽ എത്ര ഗസ്റ്റ് വന്നാലും നമുക്ക് വീട്ടിൽ ഒരു ആപ്പിളും പാലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡ്രിങ്ക്സൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. പേര് പോലെയല്ല, അടിപൊളി ഡ്രിങ്ക്സാണ്. കുടിച്ചു നോക്കൂ. അതുപോലെ ഈ ആപ്പിൾ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി കുടിച്ചാൽ മതി. ആപ്പിളിൻ്റെ ഒട്ടും ടേസ്റ്റേ അറിയില്ല. അത് കുട്ടികൾക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. ദാഹവും ക്ഷീണവും ഒക്കെ മാറും, വിശപ്പും മാറും. അപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്കും ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും തയ്യാറാക്കി കുടിച്ചു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നഫ്രത് കാ സർബത്ത് കുടിച്ചിട്ട് നിങ്ങൾക്ക് നഫ്രത്ത് ആവുകയില്ല. അത് ഞാൻ ഉറപ്പ് വരുന്നു. ഞാൻ തയ്യാറാക്കി കുടിച്ചു നോക്കിയതാണ്.
എന്നിട്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അതും ഒരു 5 മിനിറ്റ് പോലും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി കുടിച്ചിട്ട് നിങ്ങളുടെ എല്ലാവരെയും അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാനും മറന്നു പോകരുത്. ഒരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.